Okay, good morning, students. അപ്പോൾ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് മോഡ്സ് ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് ഫേം. ഒരു ഫേമിനെ ഡിസൊല്യൂഷൻ സംഭവിക്കുന്ന മോഡ്സ് ആണ്. അത് നമ്മൾ നേരത്തെ ക്ലാസ്സിൽ കുറച്ച് പറഞ്ഞു. അതായത് എങ്ങനെയാണ് മോഡ് രണ്ട് രീതിയിലാണ്. ബൈ കോർട്ടിന് അനുസരിച്ചും അല്ലെങ്കിൽ വിത്തൗട്ട് ദ ഓർഡർ ഓഫ് ദ കോർട്ടിന്റെ ഓർഡർ അല്ലാതെ. അപ്പൊ വിത്തൗട്ട് ദ ഓർഡർ ഓഫ് ദ കോർട്ട് ആണെങ്കിൽ വീണ്ടും അതിനെ മ്യൂച്വൽ അഗ്രിമെന്റ്, കമ്പൽസറി ഡിസൊല്യൂഷൻ, then happening on certain contingency by notice. അത്രയും രീതിക്കാണ്. അതായത് ഒരു കോർട്ടിന്റെ ഓർഡർ അല്ലാത്ത രീതിക്കാണ് നമ്മൾ ഡിസൊല്യൂട്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, ഒരു ഫോമിനെ ഡിസൊല്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ഫസ്റ്റ് എന്താ ഉണ്ടാവുക? റെസൊല്യൂഷൻ ഓഫ് മ്യൂച്വൽ അഗ്രിമെന്റ് ഉണ്ടായിരിക്കും. ഒരു മ്യൂച്വൽ അഗ്രിമെന്റ് അതിലെ പാർട്ട്നേഴ്സ് തമ്മിലുള്ള ഒരു മ്യൂച്വൽ അഗ്രിമെന്റിന്റെ പേരിൽ അപ്പൊ കോർട്ടിന്റെ ഓർഡർ വേണ്ട, അവർക്ക് എന്ത് ചെയ്യാം? ആ ഫോം ഡിസൊല്യൂട്ട് ചെയ്ത് പോവാം. രണ്ട്, കമ്പൽസറി ഡിസൊല്യൂഷൻ. അതായത് ഒരു ഫേം ഓട്ടോമാറ്റിക്കലി ഡിസൊല്യൂട്ട് ആയി പോകും. അതിൽ ലാഭമോ ഒന്നും ഉണ്ടാവാതെ മുന്നോട്ട് ഇങ്ങനെ പോയിട്ട് ഓട്ടോമാറ്റിക്കലി അത് അടച്ചു കൂട്ടി ഡിസൊല്യൂട്ട് ആവേണ്ട അവസ്ഥ വരുന്ന സമയത്ത്, അത് കമ്പൽസറി ഡിസൊല്യൂഷൻ സംഭവിക്കുന്ന സമയത്ത് കോർട്ടിന്റെ ഓർഡർ ആവശ്യമില്ല. ദെൻ ഡിസൊല്യൂഷൻ ഹാപ്പനിങ് ഓൺ ദ സർട്ടൻ കണ്ടിജൻസി. അതായത് ആ എന്തെങ്കിലും സർട്ടൻ ഒരു എന്താ പറയാ എന്തെങ്കിലും ഒരു കണ്ടിജൻസി, എന്തെങ്കിലും ഒരു സംഭവം പെട്ടെന്ന് ഹാപ്പനിങ് ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഫോമിനെ പിന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ആ സമയത്ത് എന്ത് ചെയ്യാം? വിത്തൗട്ട് ദ കോർട്ട് ഓർഡർ നമുക്ക് ഫോമിനെ ഡിസൊല്യൂട്ട് ചെയ്യാം. അതായത് എങ്ങനെയാ? ഒരു പാർട്ട്ണറുടെ ഡെത്ത് സംഭവിക്കാം, ഒരു പാർട്ട്ണർ ഇൻസോൾവെന്റ് ആയി പോവാം, പാർട്ട്ണേഴ്സിന് ഇൻസോൾവെന്റ് ആയി പോവാം. ആർക്കും അത് പിന്നെ മുന്നോട്ട് ബിസിനസിനെ ഫോമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, ഒരു സെർട്ടൻ കണ്ടിജൻസീസ് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വിത്തൗട്ട് കോർട്ട് ഓർഡർ നമുക്കത് ഡിസൊല്യൂട്ട് ചെയ്യാം. ഡിസൊല്യൂഷൻ ബൈ നോട്ടീസ്. അതായത് ഈച്ച് പാർട്ട്നേഴ്സ് നമുക്ക് നോട്ടീസ് അയച്ചിട്ട് ഫോം ഡിസൊല്യൂട്ട് ചെയ്യാന്ന് അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ, അവർക്ക് എല്ലാവർക്കും മ്യൂച്വൽ അഗ്രിമെന്റ് കൺസെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഫോമിനെ ഡിസൊല്യൂട്ട് ചെയ്യാം. ഡിസൊല്യൂഷൻ ബൈ എ ഓർഡർ ഓഫ് കോർട്ട്. കോർട്ടിന്റെ ഓർഡർ പ്രകാരം നമുക്ക് ഫോം ഡിസൊല്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞു. അതെപ്പോഴൊക്കെയാ? ഫസ്റ്റ് വൺ, ഇൻസാനിറ്റി. അതായത് when partners becomes insane and he is incapable of forming a rational judgment, hence it is treated as a valid ground of dissolution of the firm. അതായത് ഒരു പാർട്ട്ണർ ഇൻസെയിൻ ആവുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് എന്ത് വേണം? വിത്ത് കോർട്ട് ഓർഡർ പ്രകാരം നമുക്ക് എന്ത് ചെയ്യാം? ആ ഫോമിനെ ഡിസൊല്യൂട്ട് ചെയ്യാം. ദെൻ പെർമനന്റ് ഇൻകപ്പാസിറ്റി. അതായത് പെർമനന്റ് ഇൻകപ്പാസിറ്റി ആണ് പാർട്ട്നേഴ്സ് മുന്നോട്ട് എല്ലാവർക്കും പെർമനന്റ് ആയിട്ട് എന്തായാലും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, അവർ കേപ്പബിൾ അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഒരു പാർട്ട്ണർ ഈസ് ബിക്കം പെർമനന്റ്ലി ഇൻകേപ്പബിൾ ആണെങ്കിൽ പെർഫോം ഹിസ് ഡ്യൂട്ടീസ് ആസ് എ പാർട്ട്ണറായിട്ട് അയാളുടെ ഡ്യൂട്ടീസ് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് കോർട്ട് വിത്ത് കോർട്ട് ഓർഡർ, അപ്പൊ കോർട്ടിനത് എന്താ പറയാ മനസ്സിലാവുകയാണെന്നുണ്ടെങ്കിലും ആ സമയത്ത് ഫോമിനെ എന്തായാലും ഡിസൊല്യൂട്ട് ചെയ്യാം. മിസ്കണ്ടക്ട് ആവുന്ന സമയത്ത്, അതായത് മിസ്കണ്ടക്ട് വിച്ച് ലൈക്ലി അഡ്വൈസ്, അതായത് ഒരു പാർട്ട്നർ തന്നെ മിസ്കണ്ടക്ട് ചെയ്യാണെന്നുണ്ട് ബിസിനസ്സിൽ, അത് ബിസിനസിനെ അഡ്വേഴ്സ്ലി അഫക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വിത്ത് ദ കോർട്ട് പ്രകാരം നമുക്ക് എന്ത് ചെയ്യാം? പാർട്ട്ണർഷിപ്പ് ഡിസൊല്യൂട്ട് ചെയ്യാം. ദെൻ പെർസിസ്റ്റന്റ് ബ്രീച്ച് ഓഫ് ആൻ അഗ്രിമെന്റ് സംഭവിക്കുന്ന സമയത്ത് ഡിസൊല്യൂട്ട് വിത്ത് കോർട്ട് ഓർഡർ, കോർട്ടിന്റെ ഓർഡർ പ്രകാരം നമുക്ക് ഡിസൊല്യൂട്ട് ചെയ്യാം. ദെൻ ട്രാൻസ്ഫർ ഓഫ് ഇൻട്രസ്റ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്തും നമുക്ക് എന്ത് ചെയ്യാം? കോർട്ടിന്റെ ഓർഡർ പ്രകാരം നമുക്ക് ഫോമിന് എന്താ പറയാ ഡിസൊല്യൂട്ട് ചെയ്ത് പോവാം. ദെൻ പെർപെച്വൽ ലോസസ്, കണ്ടിന്യൂസ് ലോസ് ആണ് സംഭവിക്കുന്നതെങ്കിൽ ബിസിനസ്സിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് വിത്ത് കോർട്ട് ഓർഡർ. ദെൻ എനി അതർ ജഡ്ജ് ആൻഡ് ഇക്വിറ്റബിൾ ഗ്രൗണ്ട്, വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടും വിത്ത് കോർട്ട് പ്രകാരം കോർട്ടിനത് പ്രകാരം ന്യായമായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഫോമിൽ എന്ത് ചെയ്യാം? ഡിസൊല്യൂട്ട് ചെയ്യാം. അപ്പൊ രണ്ട് രീതിക്ക് ചെയ്യാം, വിത്ത് കോർട്ടും വിത്തൗട്ട് കോർട്ട് ഓർഡറും ഒരു ഫോമിനെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഡിസൊല്യൂട്ട് ചെയ്തിട്ട് പോകാൻ പറ്റും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സെറ്റിൽമെന്റ് ഓഫ് എൻ അക്കൗണ്ട്. ഓക്കെ, അതായത് ഒരു ഫോം നമ്മൾ ഡിസൊല്യൂട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ അതിന്റെ അക്കൗണ്ട്സ് കാര്യങ്ങളൊക്കെ എങ്ങനെ സെറ്റിൽ ചെയ്യും? ഓക്കെ, അതുവരെയുള്ള നമ്മളെ ഫോമിന്റെ ബിസിനസ് കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്തിട്ട് വേണമല്ലോ ഒരു അടച്ചുപൂട്ടാൻ. അത് എങ്ങനെയാന്നുള്ളതാണ് നോക്കുന്നത്. ഫസ്റ്റ്, ഷെയറിംഗ് ഓഫ് ഡെഫിഷ്യൻസി. അതായത് എന്താണ്? അക്കോർഡിംഗ് ടു സെക്ഷൻ 48, the losses including deficiency of capital shall be paid first out of the fund, next out of the capital. അതായത് ആ ഫേമില് എന്താ പറയാ ഡെഫിഷ്യൻസി ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മളത് ഇൻസോൾവെന്റ് ആയിട്ട് നമ്മൾ കൂട്ടാൻ തീരുമാനിക്കുമ്പോൾ അതിന്റെ എന്തൊക്കെ ഡെഫിഷ്യൻസി, എന്തെങ്കിലും ലോസ് ഉണ്ടായിട്ടുണ്ടോ, എന്തൊക്കെ കടങ്ങൾ കിട്ടാക്കടോ കൊടുക്കാനുള്ളത്, അതൊക്കെ എന്താണെന്ന് വെച്ചാൽ അതൊക്കെ മേക്കപ്പ് ചെയ്തിട്ട് ഫസ്റ്റ് അത് നമ്മൾ എന്ത് ചെയ്യണം?
അത് കംപ്ലീറ്റ് ചെയ്തിരിക്കുക. സെക്കൻഡ് വൺ എന്താ അപ്ലിക്കേഷൻ ഓഫ് അസറ്റ്സ്, അതായത് the firm including any sums paid by the partners to make the efficiency of capital shall be applied for the following order. അതായത് ഏതെങ്കിലും അസറ്റ്സ് അപ്ലിക്കേഷൻ ഓഫ് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ തേർഡ് പാർട്ടീസിന് എന്തെങ്കിലും ഡെപ്റ്റ് കാര്യങ്ങളോ മീറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അത് പേ ഓഫ് ചെയ്തിരിക്കണം. അതേപോലെ എന്താണ് ക്യാപിറ്റൽ, അതായത് ഏതെങ്കിലും പാർട്ട്നേഴ്സ് അഡ്വാൻസ് ക്യാപിറ്റൽ ആയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ റൈറ്റ്സ് ഉണ്ട് അവർക്ക് എടുക്കാന്നുള്ളത്. അപ്പൊ ആ ക്യാപിറ്റൽ അഡ്വാൻസ്ഡ് ക്യാപിറ്റൽ എന്തെങ്കിലും എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും ആ ഫേമിൽ എന്തെങ്കിലും ബിസിനസ്സിൽ എന്തെങ്കിലും ലാഭങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിലും അത് പേ ഓഫ് ചെയ്തിരിക്കണം. അങ്ങനെ അപ്പൊ അസറ്റ്സ്, അതായത് അപ്ലിക്കേഷൻ ഓഫ് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ അതിനുള്ള എല്ലാ കിട്ടാക്കടങ്ങളും ലാഭ നഷ്ടങ്ങളും മീറ്റപ്പ് ചെയ്തിട്ട് എല്ലാ പാർട്ട്നേഴ്സും ഈക്വലി പേ ഓഫ് ചെയ്തിട്ട് വേണം അത് അക്കൗണ്ട് സെറ്റിൽ ചെയ്യാൻ. ദെൻ പേയ്മെന്റ് ഓഫ് ഫേംസ് ഡെപ്റ്റ് ആൻഡ് ഷെയർ സെപ്പറേറ്റ് ഡെപ്റ്റ് ഓഫ് പാർട്ട്നേഴ്സ്, അതായത് പാർട്ട്നേഴ്സിന്റെ ഉള്ളിൽ ഉള്ളതോ അല്ലെങ്കിൽ വേറെ അതർ ഔട്ട്സൈഡേഴ്സിനുള്ള ഡെപ്റ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് മീറ്റപ്പ് ചെയ്തിരിക്കണം. ലോസ് അറൈസിംഗ് ഫ്രം ഇൻസോൾവൻസി ഓഫ് പാർട്ട്ണർക്ക് ഒരു ഇൻസോൾവൻസി ഏതെങ്കിലും ഒരു പാർട്ട്ണർക്ക് ഇൻസോൾവെന്റ് ആയിട്ട് അതിൽ നഷ്ടം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഒരു പാർട്ട്ണർക്ക് ഇൻസോൾവൻസി കാരണം ബാക്കി പാർട്ട്നേഴ്സ് എന്തെങ്കിലും നഷ്ടം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഈക്വലി എന്ത് ചെയ്യണം, അവരെ അക്കൗണ്ട് സെറ്റിൽ ചെയ്യിക്കണം. അപ്പൊ സെറ്റിൽമെന്റ് ഓഫ് അക്കൗണ്ട്സ് ഇത്രയാണ്. അതായത് ഒന്നുമില്ല, ചുരുക്കി പറഞ്ഞാൽ ഒരു പാർട്ട്ണർഷിപ്പ് തുടങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അക്കൗണ്ട് പാർട്ട്ണർഷിപ്പ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് അതിൽ അക്കൗണ്ട്സ് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിരിക്കുക. ഡെപ്റ്റ് ഉണ്ടെങ്കിലും തേർഡ് പാർട്ടീസ് ഡെപ്റ്റ് ഉണ്ടെങ്കിലും പാർട്ട്നേഴ്സിന്റെ ഉള്ളിൽ തന്നെയുള്ള എന്തെങ്കിലും കടങ്ങൾ ഉണ്ടെങ്കിലും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പേ ഓഫ് ചെയ്ത് ലയബിലിറ്റീസ് എല്ലാം മീറ്റപ്പ് ചെയ്ത് സെറ്റ് ഓഫ് ചെയ്തിട്ടായിരിക്കണം ആ അക്കൗണ്ട് സെറ്റിൽ ചെയ്തിരിക്കേണ്ടത്. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് സെറ്റിൽമെന്റ് ഓഫ് അക്കൗണ്ട്സിൽ വരുന്നത്. പിന്നെ സെയിൽ ഓഫ് ഗുഡ്വില്, അതായത് ഗുഡ്വില് സെയിൽ ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മള് ആ പാർട്ട്ണർഷിപ്പ് തുടങ്ങുമ്പം അതിന്റെ ഗുഡ്വിൽ ഉണ്ടായിരിക്കുമല്ലോ, ആ പാർട്ട്ണർഷിപ്പിന്റെ ഗുഡ്വിലും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സെയിൽ ഓഫ് ചെയ്തിരിക്കുക. അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും ഇത് യൂസ് ചെയ്യാൻ റൈറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ അത് ഷെയർ ചെയ്തിരിക്കുക. ഓക്കെ, ഇത് നമ്മൾ നോക്കുന്നത് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ആണ്. ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? A limited liability partnership means partnership formed and registered under the Act 2008 Section 2 Subsection 20. അതായത് പാർട്ട്ണർഷിപ്പ് എന്താ പറയാ അണ്ടർ 2008 ആക്ട് പ്രകാരം ഒരു പാർട്ട്ണർഷിപ്പ് ഫോം ചെയ്തതിനെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. അതിന്റെ കുറച്ച് ഫീച്ചേഴ്സ് എന്തൊക്കെയാ വെച്ചാല് ബോഡി കോപ്പറേറ്റ്, അതായത് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ഈസ് എ ബോഡി കോപ്പറേറ്റ് ആയിരിക്കും. ആൻഡ് ലീഗൽ എൻറ്റിറ്റി സെപ്പറേറ്റ് ഫ്രം ഹിസ് പാർട്ട്നേഴ്സ്, അതിന്റെ പാർട്ട്നേഴ്സിന് അതിൽ നിന്നൊരു ലീഗൽ എൻറ്റിറ്റി ഉണ്ടായിരിക്കും, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആയിരിക്കും ഉണ്ടാവുക ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്നേഴ്സിന്. ഓക്കെ, അതാണ് അതിന്റെ ബോഡി കോപ്പറേറ്റ് ഫസ്റ്റ് അതിന്റെ ഫീച്ചർ. സെക്കൻഡ് വൺ പെർപെച്വൽ സക്സഷൻ, അതായത് any changes in the partners is not affect the existence, rights and liability limited, അതായത് പാർട്ട്നേഴ്സിന്റെ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് സാധാ നോട്ട് പാർട്ട്ണർഷിപ്പ് അല്ല, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് 2008 ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന പാർട്ട്ണർഷിപ്പ് ആണ്. അപ്പൊ അതിൽ പാർട്ട്ണർഷിപ്പും പാർട്ട്നേഴ്സും തമ്മിലൊരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി, അതായത് ബോഡി കോപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ടായിരിക്കും. പെർപെച്വൽ സക്സഷൻ എന്ന് പറഞ്ഞാൽ തന്നെ പാർട്ട്നേഴ്സിന് എന്താ പറയാ, പാർട്ട്നേഴ്സിന്റെ ചേഞ്ചസോ അവരുടെ എന്തെങ്കിലും എന്താ പറയാ റൈറ്റ്സോ ലയബിലിറ്റിയോ എന്ത് ചെയ്യാൻ പറ്റില്ല, ലിമിറ്റഡ് ലയബിലിറ്റി ആ പാർട്ട്ണർഷിപ്പിനെ അഫക്ട് ചെയ്യുന്നില്ല. ദെൻ മ്യൂച്വൽ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ആയിരിക്കും ഉണ്ടാവുക പാർട്ട്നേഴ്സിന്റെ തമ്മില്. ദെൻ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പാർട്ട്നേഴ്സും ലീഗൽ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പും തമ്മിലൊരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ടായിരിക്കും. നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് എങ്ങനെയായിരിക്കും, എവരി ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ഷാൾ ഹാവ് at least 2 partners and shall also have at least 2 individuals as designed. അതായത് അതിലെ പാർട്ട്നേഴ്സ് എങ്ങനെയാണ്, അറ്റ്ലീസ്റ്റ് 2 പാർട്ട്നേഴ്സേ ഉണ്ടായിരിക്കുള്ളൂ, 2 പാർട്ട്നേഴ്സ് സെപ്പറേറ്റ് ഇൻഡിവിജ്വൽസ് ആയിരിക്കും. ഓക്കെ, അങ്ങനത്തെ പാർട്ട്നേഴ്സ് ആയിരിക്കും എന്തായിരിക്കും, നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് 2 ആയിരിക്കും ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പില്. ദെൻ ആനുവൽ അക്കൗണ്ട് ആൻഡ് ഓഡിറ്റ് എങ്ങനെയായിരിക്കാം, അവർ ലിമിറ്റ് അണ്ടർ ദി ഒബ്ലിഗേഷൻ മെയിൻറ്റെയിൻ ആനുവൽ അക്കൗണ്ട് റിഫ്ലക്ടിംഗ് ടൈം ആൻഡ് ഫെയർ വ്യൂ ഓഫ് ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ്. അതായത് എല്ലാ വർഷവും അവരുടെ
അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ എല്ലാ വർഷവും എന്ത് ചെയ്തിരിക്കണം, ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്തിരിക്കണം. ഓക്കെ. ആപ്ലിക്കേഷൻ ഓഫ് അതർ ലോ എന്ന് പറഞ്ഞാല് അതർ ലോ ഷോൾ നോട്ട് ബി ആപ്ലിക്കബിൾ ടു ദ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ആണ്. കൺവേർഷൻ, അതായത് പാർട്ട്ണർഷിപ്പ് ഫ്രോം പ്രൈവറ്റ് കമ്പനി ഈസ് unlisted public company can be converted to limited liability partnership. അതായത് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പിനെ ഒരു അൺലിസ്റ്റഡ് പബ്ലിക് പ്രൈവറ്റ് കമ്പനി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് അണ്ടർ 2008 പ്രകാരം പാർട്ട്ണർഷിപ്പ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതിനാണ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. അതിന്റെ ഫീച്ചേഴ്സ് ആണ് നമ്മൾ നോക്കിയത്. ബോഡി കോർപ്പറേറ്റ് ആയിരിക്കും, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആയിരിക്കും ഉണ്ടാവുക, ഓഡിറ്റ് ആൻഡ് കാര്യങ്ങൾ ക്ലിയർലി കറക്റ്റ് ആയിരിക്കണം, നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് 2 ആയിരിക്കണം, അങ്ങനെയൊക്കെ. ഇതിന് നമ്മൾ നോക്കുന്നത് എന്താ, പിന്നെ പാർട്ട്ണർഷിപ്പ്, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പും നോർമൽ പാർട്ട്ണർഷിപ്പും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ട്. ഓക്കെ. അതിന് മുമ്പ് പാർട്ട്നേഴ്സ് ആൻഡ് ദെയർ റിലേഷൻഷിപ്പ് നോക്കാം. ഓക്കെ. ഇൻകോർപ്പറേറ്റഡ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ്, പാർട്ട്നേഴ്സ് ആൻഡ് ദെയർ റിലേഷൻഷിപ്പ്, പാർട്ട്നേഴ്സ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്സിൽ അവരുടെ റിലേഷൻഷിപ്പിൽ എന്താണ്? ഫസ്റ്റ് വൺ എലിജിബിലിറ്റി എങ്ങനെയായിരിക്കും? In incorporation of limited liability partnership, the partners who subscribed their names to incorporation shall be partners and their other person may become partner and according to limited liability partnership agreement. Eligibility എന്ന് പറഞ്ഞാൽ എന്താ? അതിലെ പാർട്ട്ണർഷിപ്പിന് പാർട്ട്നേഴ്സിന് എന്താവാം, എനി അതർ പേഴ്സണെ ആർക്ക് വേണമെങ്കിലും ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പില് എലിജിബിലിറ്റി ഉണ്ടായിരിക്കാം, പാർട്ട്ണർ ആവാം. 2 പേഴ്സൺസ് പറഞ്ഞു. റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കും? അവർ തമ്മിൽ മ്യൂച്വൽ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ആയിരിക്കും 2 പേർക്കുള്ള റിലേഷൻഷിപ്പ്. ഓക്കെ. അത്രയാണ് അവരെ റിലേഷൻഷിപ്പിൽ പറയുന്നത്. പാർട്ട്നേഴ്സ് ആൻഡ് ദെയർ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? 2 പാർട്ട്നേഴ്സ് ആയിരിക്കും ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്സ് ഉണ്ടാവാറുണ്ട്. അവർക്ക് മ്യൂച്വൽ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതേപോലെ എന്താണ്? അഗ്രിമെന്റ് ബിറ്റ്വീൻ ദം ആൻഡ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ്. ദ അഗ്രിമെന്റ് ആൻഡ് എനി ചേഞ്ചസ് ഇഫ് എനി മേഡ് ദെയർ ഇൻ ഷാൽ ബി ഫൈൽഡ് വിത്ത് ദ രജിസ്ട്രാർ. ദ അഗ്രിമെന്റ് ബിറ്റ്വീൻ പാർട്ട്നേഴ്സ് ബിഫോർ ഇൻകോർപ്പറേഷൻ, അതായത് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പിൽ എനി 2 പേഴ്സൺസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പാർട്ട്നേഴ്സ് ആവാൻ പറ്റും, എലിജിബിൾ ആയിരിക്കും. അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് മ്യൂച്വൽ ആയിരിക്കാം. ഓക്കെ. അത്രയും കാര്യങ്ങളാണ് അതിലുള്ളത്. ഇനി അതിന്റെ ഡിഫറൻസ് നോക്കാം. ഡിഫറൻസ് ബിറ്റ്വീൻ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പും നോർമൽ പാർട്ട്ണർഷിപ്പും. അതായത് ഫസ്റ്റ് ഡിഫറൻസ്, റെഗുലേറ്ററി ആക്ട്. അതായത് പാർട്ട്ണർഷിപ്പ് ഈസ് ഗവേൺഡ് ബൈ ദ പാർട്ട്ണർഷിപ്പ് ആക്ട്, വേറസ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ആണെങ്കിൽ 2000 ആക്ട്. അതിൽ അവരെ ഏത് ആക്ട് പ്രകാരമാണോ എന്നുള്ളത് നോക്കിയിട്ടാണ് ഫസ്റ്റ് അതിന്റെ റെഗുലേറ്ററി ആക്ടിന്റെ ഡിഫറൻസ്. ദെൻ രജിസ്ട്രേഷൻ എങ്ങനെയാണ് വരുന്നത്? പാർട്ട്ണർഷിപ്പ് ആക്ടില് രജിസ്ട്രേഷൻ എന്താണ്? പാർട്ട്ണർഷിപ്പിൽ ഇസ് നോട്ട് കമ്പൽസറി ആണ്, പക്ഷെ വേറസ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പില് രജിസ്ട്രേഷൻ ഷുഡ് ബി കമ്പൽസറി, മസ്റ്റ് കമ്പൽസറി ആയിരിക്കും. ദെൻ പെർപച്വൽ സക്സഷൻ എങ്ങനെയായിരിക്കും? പാർട്ട്ണർഷിപ്പിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ആയിരിക്കില്ല. പാർട്ട്നേഴ്സിന്റെ ലയബിലിറ്റിയോ അവരെ ചേഞ്ചസോ നമ്മൾ പാർട്ട്ണർഷിപ്പിനെ അഫക്ട് ചെയ്യും. പക്ഷെ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പിൽ അങ്ങനെയല്ലാന്ന് നമ്മൾ പഠിച്ചല്ലോ. സെപ്പറേറ്റ് പെർപച്വൽ സക്സഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പിൽ. ദെൻ ലയബിലിറ്റി ഓഫ് പാർട്ട്നേഴ്സ് എങ്ങനെയായിരിക്കും? അൺലിമിറ്റഡ് ആയിരിക്കും പാർട്ട്ണർഷിപ്പിൽ. വേറസ് ഇൻ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പിൽ എങ്ങനെയായിരിക്കും? ലിമിറ്റഡ് ടു ദ അഗ്രീഡ് കോൺട്രിബ്യൂഷൻ. അവരെ ആകെ 2 പാർട്ട്നേഴ്സ് ഉണ്ടാവുള്ളൂ, അവരെ കോൺട്രിബ്യൂഷൻ അനുസരിച്ച് ലിമിറ്റഡ് ആയിരിക്കും. ലിമിറ്റഡ്, അതാണ് പേര് പോലെ തന്നെ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പിൽ. ദെൻ മ്യൂച്വൽ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്. പാർട്ട്ണർഷിപ്പിലാണെങ്കിൽ എങ്ങനെയായിരിക്കും? മ്യൂച്വൽ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് പാർട്ട്നേഴ്സ് സബ്ജക്ട് ടു അഗ്രിമെന്റ് ബിറ്റ്വീൻ ദ ഫേം ആണ്. ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പിൽ ഇൻഡിപെൻഡന്റ് ആയിരിക്കും. ഓരോ പാർട്ട്നേഴ്സും നമ്മൾ പറഞ്ഞു 2 പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ അവർ ഇൻഡിപെൻഡന്റ് ആയിരിക്കും. അപ്പൊ അവരെ മ്യൂച്വൽ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് സെപ്പറേറ്റഡ് ആയിരിക്കും. പാർട്ട്ണർഷിപ്പിലാണെങ്കിൽ മ്യൂച്വൽ ആയിരിക്കും. ദെൻ ലാസ്റ്റ് നമ്പർ ഓഫ് പാർട്ട്നേഴ്സ്, മറ്റേത് മാക്സിമം ആണ്. ഇത് പാർട്ട്ണർഷിപ്പിലെ മാക്സിമം നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് ആണ്. പക്ഷെ കനോട്ട് ബി എക്സീഡ് 50 കൂടാൻ പാടില്ല. വേറസ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പിലാണെങ്കിൽ എങ്ങനെയായിരിക്കും? നോ അപ്പർ ലിമിറ്റ് ഓർ ഓൺ നമ്പർ ഓഫ് പാർട്ട്നേഴ്സ്. മിനിമം 2 ആണ് നമ്മൾ പറയുന്നത്, അതിൽ കൂടുതൽ പാടില്ല എന്നാണ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പിൽ. ഓക്കെ.